മൈ ഡിയേഴ്സ്, ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ന്യൂ ഇയർ ദിവസം. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഈവനിങ്ങുള്ള ഭജന. അപ്പോൾ നമ്മൾ ഇതേ അമ്പലത്തിൽ വന്നിട്ട് ചാണകം മെഴുകാനുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ബാക്കി നിർത്തി കുറച്ച് കോലം ഇടാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ വലിയുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 പേരും കൂടിയിട്ടാണ് നന്നാക്കിയത്. ബാക്കി എല്ലാവരും വർക്കിന് എന്തൊക്കെ പോകുന്നത് കൊണ്ട് നമ്മൾ സഹകരിച്ച് നിൽക്കുന്നത് അതൊരു പതിവാണ് കേട്ടോ. ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരും സഹകരിച്ച് നിൽക്കും. അപ്പം ഈവനിങ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ചുറ്റും കുട്ടി 3 അമ്പലമുണ്ട്. അപ്പോൾ അവിടെയും ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കോലം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മെയിനായിട്ടുള്ള അമ്പലത്തിൽ എനിക്കാകുന്ന രീതിയിൽ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ നമ്മളിവിടെ ഓരോരുത്തർ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുരുത്തോലയും അതേപോലെ തന്നെ പൂമാലയൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഭജന കഴിഞ്ഞിട്ട് പൊട്ടിക്കാനായിട്ടുള്ള പടക്കമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 തട്ട് ഇഡലി തട്ട് ഒഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് സഹായിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരും അമ്പലത്തിൽ സഹകരിച്ച് നിൽക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ നല്ലത്. നമ്മൾ എന്തുണ്ടെങ്കിലും ഇവിടെ നിൽക്കും അമ്പലത്തിലൊക്കെ. അത് നമുക്ക് സ്വാമിമാർക്ക് ചെയ്യുമ്പോൾ അതൊരു എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നന്നായിട്ട് സഹകരിച്ചിട്ട് എന്നാലാകുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഇതാണ് ഫൈനലായിട്ട് കോലം ഇട്ടത്. അപ്പോൾ തൊട്ട് 2 സൈഡും നമുക്ക് നിലവിളക്കൊക്കെ വരച്ചിട്ട് എന്തായാലും അയ്യപ്പൻ്റെ ഭജനയല്ലേ, അപ്പോൾ സ്വാമി ശരണം കൂടെ എഴുതാമെന്ന് പറഞ്ഞിട്ട് അതും കൂടി അങ്ങ് ഫില്ല് ചെയ്തപ്പോഴാണ് കേട്ടോ ആ ഒരു ഡിസൈൻ തന്നെ ഒരു ഭംഗി വന്നതുപോലെ എനിക്ക് ഫീലായത്. നമ്മുടെ ഭജന ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഭജനയ്ക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയൊക്കെ അവിടെ വിളമ്പാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇഡ്ഡലി കഴിക്കാനായിട്ട് കൊടുത്തു. എനിക്കിങ്ങനെ അറിയുന്ന പാട്ടൊക്കെ ഞാൻ അവരുടെ കൂടെ പാടാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടമാണ് പാടാനൊക്കെ. എനിക്കങ്ങനെ വലിയ നാണക്കേടായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. ഞാനങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് എനിക്കറിയുന്ന രീതിയിൽ അറിയുന്ന പാട്ടൊക്കെ പാടും. അപ്പോൾ മോളവിടെ കളിക്കാനൊക്കെ ഉള്ള കൂട്ടുകാരെ കിട്ടുമ്പോൾ സെറ്റായിട്ട് നമുക്ക് 18 പാട്ട്. ഭജന കഴിഞ്ഞതും പിന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു. പിന്നെ സ്വാമിമാരൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഭജന കഴിഞ്ഞതിന് ശേഷമല്ലേ സ്വാമിമാരൊക്കെ കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഒരു ജിലേബി അങ്ങ് കഴിച്ചു കേട്ടോ. കാരണം അവസാനമായി ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോളെ പിള്ളേർ കളിയാക്കുകയാണ് കേട്ടോ. 5 സ്റ്റാർ എന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങിയ പോലെ ഇരിക്കുന്ന കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുന്നതാണ്. അവർ ഈ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴും അതേപോലെ തന്നെയാണ് അവൾ ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഇഡലിയൊക്കെ കഴിച്ച് എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ ഇന്നിവിടെ ഇത്രയും